നമസ്കാരം. ബഹുമാനപ്പെട്ട സഭാ അധ്യക്ഷൻ ശ്രീ എൻ ഷംസീർ, പ്രസീഡിയം അംഗങ്ങളെ, ലോക കേരള സഭാംഗങ്ങളെ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ദുരന്ത സമയത്ത് ഒരു സർക്കാരിന് എത്രത്തോളം ചേർന്ന് നിൽക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചത്. പ്രവാസികളെ എന്നും ചേർത്ത് പിടിക്കാനുള്ള, കഴിയും വിധത്തിൽ ഒരുമിച്ച് നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ഒരു ലോക കേരള സഭാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇരിക്കുന്നത്. വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ, ചർച്ചകളൊക്കെ ഇവിടെ നടന്നു. പ്രവാസികളുടെ വയോധികരായ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇതിനോടൊക്കെ ഇവിടെ ചർച്ച ചെയ്തു. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് അതിനോടനുബന്ധമായിട്ടുള്ളത്. പതിറ്റാണ്ടുകൾ പ്രവാസ ലോകത്ത് ജീവിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കിടക്കാൻ ഒരു കൂരയില്ലാതെ പോകുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. മാത്രമല്ല, തമസ്കരിക്കപ്പെടുന്ന നിരവധി ജീവിതങ്ങൾ. അവർ ഒരുപക്ഷെ നല്ല സമയത്ത് അവർ വലിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ടായാം, അതിനുള്ള പക്ഷേ തിരിച്ചു വന്ന് അവിടെ താമസിക്കാൻ യാതൊരു അവകാശവും ഇല്ലാതെ പോകുന്ന നിരവധി മനുഷ്യർ. അത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളടക്കമുള്ളവർ 10-30 വർഷം ഹൗസ് മെയ്ഡ്സ് ആയിട്ടൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം മുഴുവൻ കുടുംബങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ആരും ആശ്രയമില്ലാതെ, സഹായത്തിന് ആരുമില്ലാതെ നിൽക്കുന്ന അത്തരം മനുഷ്യർക്ക് ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത്തരം ഒരു പദ്ധതിയെക്കുറിച്ച്, ഒരു ഹോം ഫോർ ഹോംലെസ് എന്നുള്ളൊരു പദ്ധതിയെക്കുറിച്ച് തീർച്ചയായിട്ടും അത് സർക്കാരിന് വലിയ ബാധ്യതയില്ലാത്ത വിധത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവരിൽ നിന്നും ഒരു ചെറിയ തുക ഈടാക്കിക്കൊണ്ട് സ്വകാര്യ ഏജൻസികളുടെ സഹകരണത്തോടു കൂടിയൊക്കെ നടപ്പാക്കുന്നതിനെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തണം. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും അത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം പ്രവാസി വനിതാ സെൽ നമുക്കുണ്ട്, പക്ഷേ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നിരവധി പ്രവാസികളാണ് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നവർക്കുള്ള ബോധവൽക്കരണമാകട്ടെ, അതിനുശേഷം അവിടെ ചെന്ന് കഴിഞ്ഞ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന പ്രവാസി വനിതകളെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായി അവരുടെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാൻ ഔദ്യോഗികമായിട്ടുള്ളൊരു ഇടം ഉണ്ടാവുക ഏറ്റവും പ്രധാനമാണ്. അത്തരം ഒരു നിർദ്ദേശം കൂടി, അതായത് പ്രവാസി വനിതാ സെൽ, അത് കുറച്ചുകൂടി വിപുലീകരിച്ച് വളരെ ക്രിയാത്മകവും കാര്യക്ഷമവുമായി ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. നന്ദി.